ഹായ്, എല്ലാവർക്കും നമസ്കാരമുണ്ട്. അപ്പോൾ ഇന്നത്തെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാവേ. പുട്ടും കടലയാണ് കേട്ടോ ഇന്നത്തെ സ്പെഷ്യല്. അപ്പോൾ കടല രാത്രി തന്നെ ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ വെള്ളത്തിലിടുന്ന സമയത്ത് എനിക്ക് 2-3 കല്ലൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിനായിട്ട് നമ്മൾ എടുക്കുന്നത് ഒരു ഉള്ളി എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് വെളുത്തുള്ളി, പച്ചമുളക് ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ക്യാപ്സിക്കം എടുത്തിരിക്കുന്നത്. പച്ചമുളക് ഉണ്ടെങ്കിൽ പച്ചമുളക്, പിന്നെ തക്കാളി ഹാഫ് എടുത്തിട്ടുണ്ട്, കിഴങ്ങും ഒരു ഹാഫ് എടുത്തിട്ടുണ്ട്. അപ്പോൾ കടല വേവിക്കുന്ന സമയത്ത് തന്നെ കിഴങ്ങും കൂടി ഇട്ടിട്ടാണ് വേവിക്കുന്നത്. അപ്പോൾ വേവിക്കാനായിട്ട് വെക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും ഇട്ടിട്ട് ഒന്ന് അടച്ച് വെച്ച് കുക്കർ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ കടലയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. അതിന് ഞാൻ ഒരു 2-3 സ്പൂൺ കോരി എടുത്ത് മാറ്റുന്നുണ്ട് കേട്ടോ. അതൊന്ന് അരച്ചെടുക്കണേ. അതൊരു ജാറിലേക്ക് ഇട്ടു. തേങ്ങയും ജീരകവും വെളുത്തുള്ളിയും ചേർത്തൊന്ന് അരച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാനിലേക്ക് ഓയിലും കടുകും കറി ലീവ്സും ഇട്ടൊന്ന് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള പച്ചക്കറി എല്ലാം ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കത് നന്നായിട്ട് വേവാനായിട്ട് കുറച്ച് ഉപ്പ് കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിക്കാവേ. ഇപ്പം ഏകദേശം അതൊന്ന് വഴണ്ടൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള മസാലകൾ ചേർത്ത് കൊടുക്കാവേ. ഇപ്പം മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, ഇത്രയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം നമ്മൾ അരച്ചു വെച്ചിട്ടുള്ള തേങ്ങയും കടലയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതൊന്ന് ചൂടായി വന്നപ്പോഴത്തേക്കും അതിലേക്ക് ഞാൻ ആ ജാറ് കഴുകിയ വെള്ളം കൂടെ ഒഴിച്ചായിരുന്നേ. പിന്നെ വേവിച്ച് വെച്ചിരിക്കുന്ന കടലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് തിളയ്ക്കണം കേട്ടോ. ഇനി നമുക്കൊന്ന് അടച്ചു വെച്ചൊന്ന് വേവിക്കാവേ. അപ്പോൾ അതിന് ശേഷം നമുക്ക് മല്ലിയില ഉണ്ടെങ്കിൽ ഓപ്ഷണലാണ്, ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം, ഇല്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. അപ്പം നമ്മുടെ കടലക്കറിയൊക്കെ നന്നായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പുട്ട് കുഴയ്ക്കാവേ. പുട്ടുപൊടി കുഴയ്ക്കാൻ നേരത്ത് ഒരു ചെറിയ ഗ്ലാസ്സിന് 1 ഗ്ലാസ് പുട്ടുപൊടിക്കാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതേ ഗ്ലാസ്സിൽ തന്നെ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഒന്ന് ഇളക്കിയതിന് ശേഷം അത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നേ. ഒരു 2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഒന്നുകൂടെ ഒന്ന് ഇളക്കി അതിൻ്റെ ആ കട്ടയൊക്കെ ഒന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ പുട്ടുകുറ്റി ഞാൻ ഇതിന് മുന്നേ കാണിച്ചിട്ടുണ്ട് കേട്ടോ, മസാലപ്പുട്ട് ഉണ്ടാക്കിയ സമയത്ത്. അപ്പം പുട്ടുകുറ്റിയിലോട്ട് നമ്മൾ ആവശ്യത്തിന് തേങ്ങയും പുട്ടുപൊടിയും ഒക്കെ ഫില്ല് ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ ഈ 1 ഗ്ലാസ് പുട്ടുപൊടിക്ക് എനിക്ക് ഈ സെയിം പുട്ടുകുറ്റിക്ക് എനിക്ക് 2 എണ്ണം ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അങ്ങനെ ഞാൻ അതൊക്കെ നിറച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പുട്ടൊന്ന് വേവിച്ചെടുക്കാവേ. ഇങ്ങനെ കുക്കറിൻ്റെ മുകളിൽ വെച്ച് യൂസ് ചെയ്യുന്ന പുട്ടും കുറ്റിയാണിത്. അപ്പം നമ്മുടെ പുട്ടൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവുകയാണ്, പുട്ടും കടലയൊക്കെ കഴിക്കാൻ പോവുകയാണ്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് റെസിപ്പിയൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ചെയ്യുക. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. അപ്പം താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.